വെന്റിലേറ്റഡ് സീറ്റ്സ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ ഒന്ന് കൂട്ടാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇതിനകത്തൊരു പുതിയ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കുഷനാണ് കേട്ടോ. ഈ എന്തൊരു സുഖം അറിയോ. പഴയ സ്വിഫ്റ്റ് ഡിസയർ ഉള്ളവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിസ് മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാരുതി സുസുക്കി ഡിസയർ ആണ്. മേക്ക് ഓവർ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇഗ്നിസിൻ്റെ വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് എനിക്കറിയാമല്ല ഇഷ്ടം പോലെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് വരെ നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ. കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുക. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഇന്ന് മാരുതി സുസുക്കി ഡിസയർ വണ്ടിയുടെ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. സോ ഇന്ത്യാസ് മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് കാർ എന്ന് വേണം പറയാൻ. കാരണം ഇതിൻ്റെ മൈലേജാണ് എടുത്ത് കമ്പനി തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഡേറ്റ നമ്മുടെ മാരുതിയുടെ തന്നെ ഈ വിറ്റാറ വരാൻ പോവുകയാണ്. മാരുതിയുടെ കുതിച്ച് ചാട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഏകദേശം 8 വണ്ടിയോളമാണ് നമുക്കിനി ഇറങ്ങാൻ പോകുന്നത്. അത് നമ്മുടെ അരീനയിലും അതുപോലെ നെക്സ ഷോറൂമിലുമായിട്ട് 4 വണ്ടി വെച്ചാണ് വരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. സോ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോണറ്റ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോണറ്റ്. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർ ഡാം അതുപോലെ തന്നെ നമുക്കൊരു ഗ്രില്ലും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു എന്നാ പറയുന്നത് ഒരു യു ഷേപ്ഡ് ഡിസൈനാണ്. നല്ല വെറൈറ്റി ഒരു ബ്ലാക്ക് ഗ്രില്ലും കൂടെയാണ്. ഒരു സ്ലീക്കി ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സ്വിഫ്റ്റും അതുപോലെ തന്നെ ഡിസയറും കൂടെ ഒരു കോംബോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ലിപ്പാണ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ക്രിസ്റ്റലൈൻ ഹെഡ് ലാംപ്സ്. LED ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണാം ഒരു ബ്ലോക്ക് പോലെ ഒരു സംഭവം. ക്രിസ്റ്റൽ ബ്ലോക്ക് അല്ല, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ളൊരു LED ലാംപ്സാണ് വന്നിരിക്കുന്നത്. അതും ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സ് ഉണ്ട്. നൈസ് ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇതുമെല്ലാം LED തന്നെയാണ്. ഫോഗ് ലാമ്പ് വരുന്നത് LED തന്നെയാണ്. ഈ ലിപ്പാണ് ഏറ്റവും ഈ വണ്ടിയുടെ അഴകാന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്രണ്ട് ലുക്സ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മാരുതി സുസുക്കിയുടെ എംബ്ലം വന്നിട്ടുണ്ട്. ഇതിന് സൈഡ് നോക്കാം. സോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അടിച്ചിറയിലുള്ള AMA കാർ ആക്സസറീസ് ആൻഡ് സീറ്റ് കവർ ഷോറൂം. ഇവിടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ പുതിയ വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു സിസ്റ്റമാണ്. HD ക്യാമറ ഉൾപ്പെടെ വരുന്ന ഒരു സെറ്റ്. അതിനകത്ത് പാനൽസും എല്ലാം ചേർത്ത് വരുമ്പോൾ 7500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അതിനകത്ത് എല്ലാ ക്വാളിറ്റിയിലും വരുന്നുണ്ട്. 4D, 5D, 7D, 9D എല്ലാ ടൈപ്പ് ഓഫ് മാറ്റുകളും ഇവിടെ ലഭ്യമാണ്. 2500 മുതൽ 25000 രൂപ റേറ്റ് വരുന്ന പല വെറൈറ്റീസ് ഓഫ് സീറ്റ് കവർ. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളാണ് ഓരോ ദിവസം ഇവിടെ ചെയ്തു പോകുന്നത്. കാർ ആക്സസറീസ് സീറ്റ് കവറിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് എൻക്വയറി ചെയ്തു. ലൊക്കേഷൻ വരുന്നത് കോട്ടയത്തുള്ള അടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോപ്പുലർ ഹുണ്ടായുടെ നേരെ ഓപ്പോസിറ്റ്. സോ സൈഡ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈഡ് പോർഷനിൽ നമ്മൾ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ അലോയ് വീലാണ്. ഡ്യുവൽ ടോണിലാണ് അലോയ് വീൽ വന്നിരിക്കുന്നത്. 15 ഇഞ്ചിൻ്റെ വീലാണ്. താഴെ കാണിക്കുന്നതാണ് നമ്മുടെ ടയർ സൈസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലീക്കി ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. ബൾജസ് ഒക്കെ നമുക്ക് കാണാം. നമുക്ക് ബോഡി കളറായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ORVM മിറേഴ്സ് വന്നേക്കുന്നത്. ORVM മിറേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ 360 ക്യാമറയുടെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും ടേൺ ബ്ലിങ്കേഴ്സ് ഇതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രോമിയം ഫിനിഷുള്ള ഒരു എലമെൻറ്റ് പോയിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ബ്യൂട്ടിയെ തന്നെ വർദ്ധിപ്പിക്കുന്നു. കാരണം ഇത് നമുക്ക് സൈഡിൽ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ബോഡി കളറായിട്ടുള്ള ഹാൻഡിൽസ് ആണ് വരുന്നത്. അത്യാവശ്യം ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ സ്റ്റൈല് തന്നെ മാറ്റിയിരിക്കുകയാണ്. കാരണം പഴയ ഡിസയറിൽ നിന്നും പുതിയ ഡിസയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി എന്നുള്ളതാണ്. അതിനകത്ത് അഡൾട്ട്സിനായിക്കോട്ടെ 5 സ്റ്റാറും ചൈൽഡിനായിക്കോട്ടെ 4 സ്റ്റാറും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ മാരുതി സുസുക്കി ഇതുപോലൊരു സേഫ്റ്റി വണ്ടിയാവും നമ്മൾ ഒരിക്കലും കരുതിയല്ല. കാരണം പല ആൾക്കാരും കളിയാക്കാറുണ്ട്, പപ്പട വണ്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം മാരുതി മാറ്റി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സോളിഡ് ഫോമാണ് നമ്മൾ കാണുന്നത്. സ്ട്രക്ചറൽ റിജിഡിറ്റിയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെല്ലിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഡോറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് മാരുതിയുടെ വണ്ടികളൊക്കെ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് തോന്നത്തില്ല. പക്ഷേ ഇപ്പോൾ നല്ലൊരു ഹെവി ഫീലും വന്നിരിക്കുകയാണ്. ആ ഒരു റൂഫ് റെയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ റൂഫ് റെയിൽ കാണുന്നില്ല. ഇതൊരു ടോപ്പ് എൻഡ് വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. A പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളറായിട്ട് വന്നിട്ടുണ്ട്. B പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു ക്വാർട്ടർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമായിട്ടുള്ളൊരു ക്വാർട്ടർ പ്ലേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഒരു പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു റൂഫ് ലൈനാണ് വന്നിരിക്കുന്നത്. ബോഡി ലൈനും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബേസ് വേരിയൻറ്റിൽ എന്തായാലും കിട്ടുമോ, അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് എടുത്താൽ പോരെ എന്നൊക്കെ പല ആൾക്കാരും മനസ്സിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിന് വേണ്ടി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വേരിയൻസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LXi, VXi, ZXi പ്ലസ്. ഇപ്പോൾ പെട്രോളും CNG വേരിയൻറ്റിലാണ് ഉള്ളത്. ഈ CNG വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പെഷ്യലി ട്യൂൺഡാണ്, അതിൻ്റെ പവറും ടോർക്കും കുറച്ചുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ പെട്രോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മൈലേജ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏകദേശം നമുക്കൊരു 25 അടുത്തോളമാണ് കമ്പനി മൈലേജ് പറയുന്നത്. നമുക്ക് മോസ്റ്റ് പ്രോബ്ലി ഒരു 20 നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ ബേസ് വേരിയൻ്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ ഈ വണ്ടിയിൽ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഇവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സേഫ്റ്റിക്കാണ്. അപ്പോൾ 6 എയർ ബാഗ്സ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ബേസിക് ആയിട്ട് തന്നെ നമുക്ക് അത്രയും കാര്യങ്ങൾ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ആ ഒരു വാർണിംഗ് അലേർട്ട്സ് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഒത്തിരി സംഭവങ്ങൾ ബേസിക് ആയിട്ട് തന്നെ ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റോ അല്ലെങ്കിൽ കമ്പനി ഇതായിട്ടുള്ള നമുക്കൊരു അലോയ് വീൽ കൊടുക്കാം, സെൻട്രൽ ലോക്കിങ് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ വണ്ടി കംപ്ലീറ്റ്ലി ഫില്ലാവുന്നതാണ്. ബാക്കിയെല്ലാം നമ്മുടെ ഈ വണ്ടിയിലുണ്ട്. ബേസിക്കാണ് ഒരു എക്സലൻറ്റ് ഫാമിലി കാറാണ്. പെയിൻറ്റ് ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത്. നോക്കി നല്ലൊരു പെർഫെക്റ്റ് പെയിൻറ്റ് ക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. സോ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന പറയുന്നത് ഈ ഒരു ലിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു ബോണറ്റ് പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ലിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് എക്സലൻറ്റ് ഡിസൈൻ ആയിട്ടുണ്ട്. അതൊരു സ്റ്റൈലിഷ് ഒരു സ്പോട്ടി ടച്ച് വരുന്നുണ്ട്. നമ്മുടെ സെൻറ്ററിൽ നമ്മുടെ ഒരു മാരുതി സുസുക്കിയുടെ ഒരു എംബ്ലം കാണാം. താഴേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രോം എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു ക്രോം എലമെൻറ്റ് കൊണ്ടുവരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ സ്പേസ് ഒക്കെ കാണാം. നമുക്കിവിടെ 360 ക്യാമറയുടെ ഒരു ക്യാമറ കാണാം. സെൻസേഴ്സിൻ്റെ സംഭവങ്ങൾ കാണാം. കംപ്ലീറ്റ് ഒരു ബോഡി കളേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റ് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് സ്ലീക്കി ഡിസൈൻ. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു വൈ ഷേപ്ഡ് ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ 3D ട്രിനിറ്റി ടെയിൽ ലാംപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടേൺ ബ്ലിങ്കേഴ്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കി ഒരു 3D ടച്ച്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടെയാണ് 3D ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം, ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്, ഡിഫോഗർ വന്നിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഈ ഒരു ഡിഫോഗർ നമുക്ക് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ആ ഡിഫോഗർ വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ആ ഒരു ഡിസയറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വണ്ടിയുടെ ബൂട്ട് സ്പേസ് ആണ്. സോ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കിവിടെ ഡിസയർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നേരത്തെ ആ സ്വിഫ്റ്റ് എടുത്തങ്ങ് മാറ്റി ഇപ്പം വെറും ഡിസയറാണ്. അപ്പോൾ ബൂട്ട് സ്പേസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. 382 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത് സെഗ്മെൻറ്റിൽ ബെസ്റ്റാണോന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ചുള്ള പ്രോസ് ആൻഡ് കോൺസ് അല്ല അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ചെറിയൊരു കമ്പാരിസൺ നമ്മുടെ അമേസ് അതുപോലെ തന്നെ നമ്മുടെ ടിഗോർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് ചെറിയ കമ്പാരിസൺ കൂടെ നടത്തുന്നുണ്ട്. സോ ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രൊഫൈൽ കുറച്ച് ഹൈറ്റായിട്ടാണ് കാണുന്നത്. നമുക്ക് സാധനം എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്കിത് നേരെ പൊക്കാനൊക്കെ നമുക്കുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. റിഫ്ലക്ടർ ആസ് യൂഷ്വൽ സംഭവങ്ങളൊക്കെ കാണാം. സ്പെയർ ടയർ ഉണ്ട്, ജാക്കി ഉണ്ട്. സ്പെയർ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ കോ ഡ്രൈവർ സൈഡിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. 37 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ CNG വേരിയൻറ്റ് അതിന് ഏകദേശം 55 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. അതിൻ്റെ മൈലേജ് വരുന്നത് 33 km/kg അതിൻ്റെ ആ ഒരു മൈലേജ് വരുന്നത്. സോ ഈ വണ്ടിയുടെ ഡയമെൻഷനാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് നമ്മുടെ പഴയ ഡിസൈനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡിസൈറിന് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഹൈറ്റാണ്. ഏകദേശം 10 mm ഹൈറ്റ് കൂട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ പുതിയ ഡിസൈറിന് വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. വീൽ ബേസ് സെയിം തന്നെയാണ്, 2450 mm ആണ് വീൽ ബേസ് വരുന്നത്. നമ്മുടെ ഡിസൈറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ് കയറിയിരുന്നത്. എൻ്റെ ഉള്ളിലെ ആ ഒരു ഭംഗി ഒരു രക്ഷയില്ല. ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെ മാരുതിയുടെ തന്നെ തനതായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിനകത്തൊരു പുതിയ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രൂയിസ് കൺട്രോളാണ്. നിങ്ങൾക്ക് കാണാം, ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്, ക്യാൻസലിൻ്റെ സ്വിച്ച് ഉണ്ട്, മോഡ്സിൻ്റെ സ്വിച്ച് കാണാം, വോളിയത്തിൻ്റെ സ്വിച്ച് കാണാം. താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ടെലിഫോണിൻ്റെ ആ ഒരു ഇത് കാണാം. നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലസ്റ്റർ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു അനലോഗ് മീറ്ററാണ് കാണുന്നത്.
അത് വളരെ സിമ്പിളായിട്ടുള്ള ഡേറ്റാസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് 3D ആ ഒരു ചിത്രമാണ്. ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഈ സ്വിച്ച് ഒക്കെ കാണാം, കംപ്ലീറ്റ് കറങ്ങുന്ന കാണാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു HD ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ ഓൺ ഓഫ് ആക്കുന്ന ഓപ്ഷൻസ് കാണാം. ഇത് ഡമ്മി സ്വിച്ചാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം. അതുപോലെ ഇതാണ് നമ്മുടെ കീ ഫോബ് വരുന്നത്. നമ്മുടെ നേരത്തെ മാരുതിയിലുള്ള തനതായിട്ടുള്ള ആ ഒരു കീ ഫോബ് തന്നെയാണ് വരുന്നത്. ഒരു ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ ഓപ്ഷൻസ് കാണാം. ലെവലിംഗ് കാണാം. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിംഗ് കാണാം. അതുപോലെ ബോണറ്റ് ഓപ്പണിംഗ് കാണാം. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിക്കി ഓപ്പണിങ്ങിൻ്റെ ലിവേഴ്സ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സൈഡിൽ ഈ ഒരു സൈഡിൽ വരുന്നത്. ഡോർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബീച്ച് ഫിനിഷ് കാണാം. ഇവിടെ ഒരു ഫാബ്രിക് കാണാം. നമുക്കൊരു ആംറസ്റ്റ് പോലെ ഒരു ഓപ്ഷൻസ് കാണാം. നമുക്കൊരു ഒരു കോക്കിൻ്റെ ഒക്കെ ഒരു ക്യാൻ വെക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ORVM മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. നമുക്കിവിടെ ലോക്കിൻ്റെ ഓപ്ഷൻസ് കാണാം. ഇവിടെ ചൈൽഡ് ലോക്ക്, പവർ വിൻഡോയുടെ ഓപ്ഷൻസും കാണാം. സെൻട്രൽ പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം. AC വെൻസ് കാണാം. അത് നല്ലൊരു ക്വാളിറ്റി ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഒരു ബീച്ച് ഫിനിഷ് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. മൊത്തത്തിൽ ഒരു പ്രീമിയം ടച്ച് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി കോമ്പറ്റീറ്റർ ഓഫ് അമേസ്, ഓറ, ടിഗോർ വണ്ടികളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീറ്ററാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് 9-inch ഡിസ്പ്ലേ തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. നോക്കി എന്ത് രസമാണ് നോക്കിയാൽ ഡിസ്പ്ലേ, ഡേറ്റ് ആൻഡ് ടൈം, ലാംഗ്വേജ്, മ്യൂസിക് എല്ലാ ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാരുതി സുസുക്കി കണക്റ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതായിട്ട് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആ ടൂഗിൾ സ്വിച്ചൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഒരു പ്രീമിയം വണ്ടിയുടെ പോലെ അല്ലെങ്കിൽ വോൾക്സ് വാഗൺ വണ്ടികളുടെ വരുന്ന പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു കണക്ഷൻ ഇതിൻ്റെ ഒരു സ്വിച്ചസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ലോ ചെയ്യാനും അപ്പ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ സ്ഥിരം ക്ലൈമാറ്റിക് കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ സ്ഥിരം പറയുന്ന ഓട്ടോ ഫ്രണ്ട്, ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഇവിടെ വെച്ച് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും വയർലെസ് ചാർജിങ് ഉള്ള അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഫോണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് ഒരു പർപ്പസ്ഫുൾ തന്നെയാണ് വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു USB ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ പ്ലഗ് വരുന്നുണ്ട്. വയർലെസ്സിൻ്റെ സ്പേസ് കാണാം. ഒരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ലെതർ ടച്ച് കൊടുത്തിട്ടുള്ള ഗിയർ നോബ് തന്നെയാണ്. ആ ഗിയർ നോബിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 5 സ്പീഡാണ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവ് റിവ്യൂ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ഇപ്രാവശ്യം വരുന്നത്. കാരണം 2 ദിവസമായിട്ടാണ് വണ്ടികൾ അവൈലബിൾ ആയത്. നമ്മൾ ഇന്ന് കാണുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമായിരിക്കും. ഹാൻഡ് ബ്രേക്ക്, ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിയാണ് നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻക്ലൈൻഡ് ആക്കി ഇങ്ങനെ, അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് ഏറ്റവും മിസ് ചെയ്യുന്നത് പറയുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റാണ്. കാരണം മാരുതി സുസുക്കി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു വെൻറ്റിലേറ്റഡ് സീറ്റ് അവർ വെച്ചിട്ടില്ല. എന്തായാലും അതും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവനാണ്. ഇതാണ് നമ്മുടെ സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള IRVM മിറർ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു നോർമലായിട്ടുള്ള സൺവൈസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ സൺവൈസർ വിത്ത് വാനിറ്റി മിറർ വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. ഹാലജൻ ലൈറ്റാണ് വരുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. നോർമൽ സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ കൊള്ളും. ഒരു ബെസ്റ്റ് ഫാമിലി കാർ എന്ന് വേണം പറയാൻ. ഒരു നോർമൽ ഒരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ, ഒരു കുഷനിക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ സൈഡിൽ നമുക്കൊരു കോക്കിൻ്റെ ഒക്കെ ഒരു കുപ്പിയൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഏകദേശം 6 സ്പീക്കേഴ്സോളം വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൗണ്ട് സിസ്റ്റമാണ്. കാരണം ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. അതുകൊണ്ട് ഹർമൻ്റെ അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനങ്ങളൊന്നും ഇവർ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് അവർ നോർമലായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫീലാണ് എന്തൊരു പ്ലസൻ്റ് ആണല്ലേ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ. നമുക്കൊരു ഒരു വൈബ് തോന്നുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു ട്രാവലൊക്കെ പോകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് തന്നെയാണ്. പിന്നെ ഈ ഒരു ബീച്ച് ഫിനിഷ്, ഈ ഒരു കുഷൻ സീറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ. ഇരിക്കാനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് പോകാം. ഒരു ലോങ് ട്രാവലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ആ ഒരു സീറ്റ്സ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ വെൻറ്റിലേറ്റഡ് സീറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. സോ ഫ്രണ്ടിൽ എനിക്ക് മിസ് ചെയ്യുന്നൊരു സംഭവം കാരണം നമ്മൾ സ്ഥിരം വണ്ടികളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് താങ്ങി വെക്കാറുണ്ട്, പക്ഷേ അതില്ല, ആംറസ്റ്റ് ഇല്ല. അതിന് പകരമായിട്ട് ഇവിടെ ഒരു ചെറിയ മൊബൈൽ ഇടുന്ന ഒരു സ്പേസും ചാർജ് ചെയ്യാനുള്ള കുറച്ച് സ്പേസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആംറസ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഴപ്പമില്ല, മൊത്തത്തിൽ സ്റ്റൈലായിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ആ ഒരു ഫിനിഷും മൊത്തത്തിലുള്ള ആ ലുക്കും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നീങ്ങിയിരിക്കാം. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ആ സെൻട്രൽ കൺസോളിൽ ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ ഇത് കുറച്ചുകൂടെ ബാക്കായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇതാണ് നമ്മുടെ ബാക്ക് റിയർ AC വെൻസ് വരുന്നത്. ഒരു സെമി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു AC വെൻസാണ് വരുന്നത്. ആ ഫ്ലോ ചേഞ്ച് ചെയ്യുന്ന ടൂൾ സ്വിച്ചൊക്കെ ഇവിടെ കാണാം. ഹെഡ് റൂം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യമുള്ള ഒരു ഹെഡ് റൂം മാത്രമേ വരുന്നുള്ളൂ. കാരണം എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 172 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഹൈറ്റാണ്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഹൈറ്റിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നേരത്തെയുള്ള ഹെഡ് റൂം കൂട്ടാൻ വേണ്ടി ഇവർ 10 mm ഹൈറ്റ് കൂട്ടിയെങ്കിൽ പോലും നല്ല പൊക്കമുള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ഇരുന്ന് നോക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ക്യാബിൻ ലൈറ്റ്സ് ഒക്കെ വെൽ പ്ലേസ്ഡ് ആണ്, ഒരു സൈഡായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഇതിൻ്റെ ആ ഇൻറ്റീരിയർ ബ്യൂട്ടി ഇപ്രാവശ്യം ഭയങ്കര ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബീച്ച് ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, വിൻഡോ ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഒരു ലെവലിലാണ് കൊടുത്തിട്ട് നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റിൻ്റെ കാര്യം പറയാനുള്ള കുഷൻ, നല്ലൊരു കുഷൻ സീറ്റ് വരുന്നുണ്ട്. ലെഗ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം തരുന്നുണ്ട്. അത്യാവശ്യം ഒരു തൈ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇവിടെയും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു കോക്കിൻ്റെ തന്നെ ഒരു വെക്കാനുള്ള ചെറിയ സ്പേസാണ് ഞാൻ കാണുന്നത്. പിന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ അതിനുള്ള സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർസൽ ട്രേ അങ്ങനെ ഞാൻ കാണുന്നില്ല. സാധനങ്ങൾ അങ്ങനെയൊന്നും വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞാൻ ഇവിടെ കാണുന്നില്ല. പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഹെഡ് റെസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആം റെസ്റ്റ് വരുന്നത്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് നല്ലൊരു കുഷനാണ് കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയോ, നല്ല സുഖമുണ്ട്. ഇതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ. വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും വളരെ സ്റ്റൈലിഷും വളരെ സേഫസ്റ്റും ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ പുതിയ മാരുതി സുസുക്കി ഡിസയർ എന്ന് പറഞ്ഞ വണ്ടി. ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ 2 സ്ലോട്ട്സ്, ഇവിടെ ഫ്രണ്ട് ഒരു മൊബൈൽ പോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇവിടെ നമുക്ക് ഫയൽസ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇവിടെ ഒരു സ്പേസ്. പുത്തൻ വണ്ടിയാണ്. ഏറ്റവും പഴയ സ്വിഫ്റ്റ് ഡിസയർ ഉള്ളവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രൈവ് റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഉറപ്പായിട്ട് വാച്ച് ചെയ്യുക. അതിനകത്ത് ഞാൻ ക്ലിയർ കട്ടായിട്ട് വണ്ടിയുടെ ഡ്രൈവിൻ്റെ ആയിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 2 ഫ്യൂവലാണ് ഈ വണ്ടി അവൈലബിൾ ആവുന്നത്. CNG എന്ന് പറയുന്നത്, ഒന്ന് പെട്രോൾ എന്ന് പറയുന്നത്. CNG എന്ന് പറയുന്നത് മാനുവൽ ഓപ്ഷനിലാണ് അവൈലബിൾ ആകുന്നത്. ആ സമയത്ത് പെട്രോൾ വേരിയൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ LXi അതൊരു മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ AGS ഗിയർ ബോക്സ് നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇഗ്നിസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോൺസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. വണ്ടിയുടെ പ്രൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏകദേശം 6.75 തൊട്ട് 10.14 വരെയാണ് മാക്സിമം ടോപ്പ് എൻഡ് വേരിയൻറ്റിന് വരുന്നത്. അപ്പോൾ അത് ഓൺ റോഡ് അല്ല, എക്സ്ഷോറൂം പ്രൈസാണ് വരുന്നത്. എഞ്ചിനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് വരുന്നത് 1.2 ലിറ്റർ സ്വിഫ്റ്റിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. വണ്ടിയുടെ പവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 പോയിൻറ്റ് സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 82 bhp പവറും അതുപോലെ തന്നെ നമ്മുടെ ടോർക്ക് വരുന്നത് 112 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ് നല്ലത് എന്താണ് ചീത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അമേസ്, ടിഗോർ, ഓറ ഈ വണ്ടികൾക്കൊക്കെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 400 to 419 ലിറ്റർ റേഞ്ചിലാണ് അവരുടെ ഒരു ബൂട്ട് സ്പേസ്. പക്ഷേ ഇതിന് അൺഫോർച്ചുനേറ്റ്ലി ഒരു 382 ലിറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ബൂട്ട് സ്പേസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ ആവശ്യം നീഡ് എന്താണെന്ന് നോക്കുക, അതനുസരിച്ചാണ് നമ്മൾ ഓരോ ബ്രാൻഡും സെലക്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഗുണങ്ങൾ തന്നെയാണ്. ഒരു 5 സ്റ്റാർ സേഫ്റ്റി ഉൾപ്പെടെ, ഈ വണ്ടിയുടെ ലുക്സ് ഉൾപ്പെടെ, ഈ വണ്ടിയുടെ പ്രൈസ് ഉൾപ്പെടെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണങ്ങൾ തന്നെയാണ്.
പോരായ്മകൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ ഒന്ന് കൂട്ടാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ബാക്ക് സീറ്റിൻ്റെ ആ ഒരു ഹെഡ് റൂം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഡയമെൻഷൻ വൈസ് ഒരു 10 mm വരെ 20 mm ആക്കാമായിരുന്നു. ബൂട്ട് സ്പേസ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ നമുക്കൊന്ന് കൂട്ടാമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഈ വണ്ടിയുടെ സർവീസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഫ്രീ സർവീസാണ് വരുന്നത്. വാറണ്ടി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരെയാണ്. ഇത് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഇന്ത്യസ് ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് സെഡാൻ കാർ എന്ന് തന്നെയാണ്. എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് വണ്ടിയും കൂടെയാണ് ഇപ്പോൾ മാരുതി സുസുക്കി ഇറക്കിയിരിക്കുന്നത്. ഏകദേശം 8 വണ്ടിയോളം കൂടെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണ ചാനൽ.